കഴിഞ്ഞ ദിവസം ഒരു ചാനലില് ആറാട്ടന്റെ മോന്തയ്ക്ക് അടിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ പോലത്തെ കണ്ടായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. അത് ശരിയല്ല. വേറൊരു കാര്യം ഞാൻ പറയാം, അത് പുള്ളി ശരിക്കും അടിച്ചത് തന്നെയാണ് ആറാട്ടെണ്ണനെ. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ സാക്ഷിയാ. രണ്ടാമത് അടിക്കാൻ പോയപ്പോ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ കയറി പിടിക്കുന്നത്. കാര്യം പുള്ളിക്ക് അത്ര ദേഷ്യം കയറി. കാര്യം പുള്ളിനെ കുറിച്ച് വളരെ മോശം രീതിയിലാണ് പറയുന്നത്. അത് നീ തന്നെ പറ, എന്താണ് പുള്ളിനോട് ഇത്ര ദേഷ്യം നിനക്ക്? ദേഷ്യമല്ല, പുള്ളി പലതും പറയുന്നുണ്ട്, പല മറ്റേ എന്റെ ഓർഗൻസിനെ പറ്റി പറയുന്നുണ്ട്, ഞാൻ ഉടപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, അവയവങ്ങളെ കുറിച്ച് അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കിപ്പോ ഓരോ മൈൻഡ് സെറ്ററുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ഒരു മനുഷ്യന്റെ ഒരു ബോധം നമുക്ക് മനസ്സിലാക്കണം. പുള്ളിക്ക് രാത്രിയാകുമ്പോൾ പലതും എഴുതിയിടും, പലതും പറയും. അപ്പോൾ അത് വിശ്വസിക്കേണ്ട ആൾക്കാർ ചെയ്യുക. പുള്ളി എന്തൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നെ ഗയാന്നൊക്കെ പറയും, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയാലും ആൾക്കാർ, ഞാൻ പെണ്ണൊപ്പം പോയാലും ആൾക്കാർ ഗയാന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ആൾക്കാരുടെ പറച്ചിൽ നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുള്ളിയുടെ പല സ്റ്റേറ്റ്മെൻറ്റും പറയുന്നതുകൊണ്ട് എനിക്ക് നല്ലതുമില്ല മോശവുമില്ല. കാരണം എന്നെ ആൾക്കാർ ചെയ്യുന്നില്ല. പുള്ളിയുടെ തന്നെ ഒരു വലിയൊരു കൂട്ടുകാരൻ, പേര് ഞാൻ പറയുന്നില്ല, പുള്ളി പറഞ്ഞൊരു പകരം പുള്ളി പലതും പറയും, അങ്ങോട്ടിങ്ങോട്ടിങ്ങി അവിടെ ഇവിടെ പോയെന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമുക്കൊന്നും പ്രതികരിക്കാനുള്ളത്. കാരണം നമുക്കൊരു പുള്ളിക്ക് കറക്റ്റായിട്ടൊരു 4K ആയിട്ട് പുള്ളിയുടെ കറക്റ്റായിട്ട് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് വന്ന പൈസ അത് എന്തായാലും മടക്കി കൊടുക്കും ഞാൻ എന്തായാലും. ബാക്കി ഉള്ള ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഇതില്ല. പൈസ ഒരു 4000 രൂപ കൊടുക്കാം. അത് കറക്റ്റ് എൻ്റെ ഗൂഗിൾ പേയിൽ വന്ന പൈസ എൻ്റെ ഗൂഗിൾ പേയിൽ വന്ന പൈസ അത് കറക്റ്റായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്യും. അതെന്തായാലും പുള്ളിക്ക് കൊടുക്കും. കാരണം അത് അന്നത്തെ ദിവസം തന്നെ ഞാൻ 9,000 രൂപ ആഷിന് കൊടുത്തതാണ്. മാസ് മീഡിയ തന്നെ ചേട്ടന് തന്നെ കാർ ഓടിച്ചതിന് ഞാൻ കൊടുത്തതാണ്. കാരണം പുള്ളി ഞാനും പോയിട്ട് ഞാൻ കൊടുത്തുകൊണ്ട് പുള്ളി ആ പൈസ പുള്ളിക്ക് എനിക്ക് വേണ്ടി പുള്ളി കൊടുത്തല്ല. ആറട്ടെണ്ണൻ 9,000 രൂപ എന്ന് പറഞ്ഞാൽ ഈ വിളിച്ച ആൾക്കാർക്ക് തിരിച്ച് പടയ്ക്ക് കൊടുത്തു പൈസ. കാരണം പുള്ളി ഞാൻ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്താൽ പോയിട്ട് അവിടെ എന്തോ രാത്രിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. ആറട്ടെണ്ണിന് പല രീതിയിലുള്ളൊരു തോന്നലാണല്ലോ. അപ്പം അതുകൊണ്ട് പ്രമോക്ക് മാത്രമല്ല, പുള്ളി പല നല്ലതാണ്. പക്ഷേ നമുക്ക് രാത്രിയാകുമ്പോൾ ഒരു പേടി നമുക്ക് ഉള്ളിലുണ്ടാകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പോകുന്നത് നല്ല കാര്യമെന്ന് പറയുന്നു. പക്ഷെ അത് തന്ന പൈസ തിരിച്ചു കൊടുക്കുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് രാത്രി തന്നെ പൈസ നീ വന്ന് ഓർത്തതാണ്, അന്ന് നീ കണ്ടതാണ്, അന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി പേയ്മെൻറ്റ് തന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസകളും 10,500 ഇട്ട് കൊടുത്താണ് തിരിച്ചു കൊടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പൈസ ഞാൻ എന്തായാലും ആഷിൻ്റെ പൈസ ഞാൻ അന്നത്തെ പൈസ ക്ലിയർ ചെയ്ത് തരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ക്യാഷ് കൊടുക്കാൻ ആഷിനും കൊടുക്കാറുണ്ട്, മറ്റേ ഇതും കൊടുക്കാറുണ്ട്, ആട്ടനും കുറച്ച് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് തന്നെ പൈസകൾ വേറെ നമ്മളൊരു ടീം വിളിച്ചിട്ട് തിരുവനന്തപുരത്തുകാരെ വിളിച്ചിട്ട് ഒരു 6,000 രൂപ എനിക്ക് അയച്ചു തന്നിട്ട് കല്യാണത്തിന് വരാൻ പറഞ്ഞു. അതിനുശേഷം ഒരു കണ്ടൻറ്റ് അയച്ചു തന്നു. ആ കണ്ടൻറ്റ് എനിക്ക് വലിയ തൃപ്തത ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കണ്ടൻറ്റ് പറയില്ല എന്ന് പറഞ്ഞു. കാരണം വീഡിയോ ആക്കി ചെയ്യാൻ പോലും എനിക്ക് ചില കണ്ടന്റ് താല്പര്യമില്ല. കാരണം ഒരാളെ പറ്റി ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിഷ്ണുവിനെ പറ്റി, വിഷ്ണു വാണം തീട്ടോ എന്നൊക്കെ പറഞ്ഞ് നീ എന്നോടും വെറും തീട്ടോണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റൂല. കാര്യം എൻ്റെ കൂടെ നടക്കണേ അവൻ വാണോ തീട്ടോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അതേപോലെ വീഡിയോ ഞാൻ ചെയ്യൂല. കാര്യം എൻ്റെ കൂടെ നടക്കണേ. കണ്ണാപ്പി എന്ന് വെച്ചാൽ പെൺപിള്ളേരെ വളക്കാൻ വേണ്ടി നടക്കുന്ന ടീമാണ് കണ്ണാപ്പി. അത് പറയുന്നത് നല്ലതാണ്. കണ്ണാപ്പി വലിയ ഇതില്ലാത്ത അത് തെറിയല്ല. ഇപ്പൊ നീ ഇപ്പൊ നിന്നെ ഒരാള് തീട്ടം വാണം അങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ തെറിയാണ്. അതൊക്കെ മോശമാണ്. അപ്പൊ അതേപോലെ കണ്ണാപ്പി എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാളെ വിളിക്കണേ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വലിയ കാര്യമില്ല. കണ്ണാപ്പി മാത്രമല്ല, ഈ വാണത്തിന്റെ ഇത് പേരുകൂടി ഉണ്ടായിരുന്നു, വാക്കുകൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് നിന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളതൊക്കെ മൈൻഡ് സെറ്റിലാക്കാണ്ടിരിക്കുക. പിന്നെ അതേപോലെ മോശം രീതിയിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കുക കഴിഞ്ഞാൽ അത് കേസാവും, ഒരാളെ മോശം രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളിപ്പോൾ മറ്റേ കഴിഞ്ഞ ദിവസം 2,000 രൂപ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മാറ്റർ ആദ്യം ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി തന്നെ മാറ്റർ ആദ്യം മേടിച്ചിട്ട് അത് വായിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണെങ്കിൽ നോക്കും, നമുക്ക് പറയാം. ഇപ്പം essay പോലത്തെ പാരഗ്രാഫായിരിക്കും ചിലർ അയച്ചു തരുന്നത്. അപ്പം അത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമ്മൾ പറയും. അല്ലാണ്ട് ഇപ്പോൾ കിംബോയൊക്കെ പറഞ്ഞ പോയിട്ട് എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കിംബോ ഒരു മോശം വ്യക്തി എന്നല്ല പറയുന്നത്. പക്ഷേ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് പുള്ളി തോന്നണത് പറയാം, അവർ തരുന്നത് പറയാം. പക്ഷേ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം കിംബോയൊക്കെ അലക്കി അത്യാവശ്യം സ്റ്റാൻഡേർഡ് നിൽക്കുന്ന വ്യക്തിയാണ്. കാരണം നമ്മൾ ഈ ന്യൂസിലൊക്കെ വരുന്ന വ്യക്തിയാണ് അല്ലേ. ഗൂഗിളിലൊക്കെ എപ്പോഴും എൻ്റെ ന്യൂസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ന്യൂസ് ചാടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ
ബുദ്ധിയും ബോധമൊക്കെ ഉള്ളതുകൊണ്ട് കാര്യഗൗരവമൊക്കെ അറിയാവുന്നതുകൊണ്ട് കുറച്ചൊക്കെ സ്റ്റാൻഡേർഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും ബർത്ത്ഡേ വിഷ വന്ന് അയക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയാം. ശ്രീകുട്ടൻ സുന്ദരനാണ്, അടിപൊളിയല്ലേ, ശ്രീകുട്ടി അടിപൊളിയല്ലേ, അപ്പം ഇങ്ങനെ വാക്കുകൾ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് ഇവരെ പറ്റി മോശം രീതിയിൽ പറയാന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ആ വീഡിയോ ചെയ്യാഞ്ഞത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നില്ല. എത്ര പൈസ 1 കോടി രൂപ തരാന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യില്ല, കാരണം അത് തെറ്റാണ്. കാരണം അത് ചെയ്ത് കഴിയുമ്പോൾ അത് കേസ് വരുമ്പോൾ ഒറ്റക്ക് അനുഭവം. ഇപ്പൊ 6000 രൂപ കൊടുക്കാത്തെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ 6000 രൂപ ഒറ്റടിക്കില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഓൾറെഡി കയ്യിൽ 6000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അവരോട് പറഞ്ഞു 2000-3000 വെച്ച് തരാം, ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 6000 തന്നെ വേണമെന്ന് പറഞ്ഞു. കാരണം അവർ പൈസ അയച്ചിട്ട് അതിന് മുന്നേ പറയണം ഇങ്ങനെ മാറ്റർ അയച്ചു തരാം, ഇത് ഓക്കെ ആണോ എന്ന് ഒരാൾ ചോദിക്കണ്ടേ. അല്ലാണ്ട് ഒരു 6000 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് കല്യാണത്തിന് വന്നോന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റർ അയച്ചു തന്നിട്ട് ഇങ്ങനെ പറയാൻ ചോദിച്ചപ്പോൾ അവർക്കില്ലൊരു കോമൺ സെൻസ്. അവരിപ്പോൾ നമ്മളിപ്പോൾ ആഷ്നേട്ടന് നമ്പർ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ വേറൊരു പുള്ളിയും ഇതുപോലെ തന്നെ മാറ്റർ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മാറ്റർ അയച്ചില്ല, 2000 രൂപ ഇട്ട് എന്ന് മാറ്റർ വന്നില്ല. അപ്പം അതുപോലത്തെ പല രീതിയിലുള്ള ഒരു കബളിപ്പിക്കലും പ്രശ്നങ്ങളും ഫീൽഡിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കൊണ്ടൊക്കെ പോകുന്നത്. കാരണം കറക്റ്റായിട്ട് നമുക്ക് മാറ്ററും കറക്റ്റ് കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കും. കറക്റ്റ് മാറ്റർ ആണെങ്കിൽ അയച്ചു കൊടുക്കും. മാറ്റർ അയക്കാത്തതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സഞ്ചറിൽ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഡിസപ്പിയർ എന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഒരുപാട് പേര് വിളിച്ച് കളിയാക്കുന്നുണ്ട്. കാര്യം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പേര് ഞാൻ പറയുന്നില്ല, ഒരാളുടെ വൈഫിൻ്റെ 9ാം മാസം അതിന് വിഷസ് പറയാൻ അത് കളിയാക്കിയ പോലെ പെരേരക്ക് തോന്നിയായിരുന്നു. 9ാം മാസത്തിൽ മടങ്ങിപ്പോണ ഒരു പെണ്ണിനോട് വിഷസ് പറയാൻ അത് പെരേരനോട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? അത് തീർത്തും മോശമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ താൻ എന്തുകൊണ്ടാ ചെയ്യാഞ്ഞ ആ വീഡിയോ ചെയ്യാൻ? എന്താ 9ാം മാസത്തിൽ വീട്ടിൽ പോണ ഇന്ന ആൾക്ക് ആശംസ പറയാൻ വേണ്ടി പുള്ളി 5000 ആണ് നമുക്ക് തരാന്ന് പറഞ്ഞത്. താൻ അത് ചെയ്തില്ല, അതെന്തുകൊണ്ടാ ചെയ്യാഞ്ഞപ്പോ? അത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞ് താങ്കൾ വാശി പിടിച്ചു. 9ാം മാസത്തിൽ പോണ ഒരു പെൺകുട്ടിക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ താങ്കളെ കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിക്കണം. 5000 ഓഫർ വന്നിട്ട് താൻ ചെയ്തില്ല. അത് ചെയ്യാന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു പാട്ടും ഡാൻസ് ഒക്കെ ചെയ്തിട്ട് അത് ലാസ്റ്റ് കൊച്ചു ജനിച്ചില്ലെങ്കിൽ ലാസ്റ്റ് എൻ്റെ പൈ വരുമല്ലോ. 9ാം മാസത്തിൽ പോണ അത് ആൾക്ക് ചിലപ്പോൾ പൈസ ചാൻസ് ഒരു കുട്ടി എന്തെങ്കിലും വൈകല്യം പറ്റിയാലോ എൻ്റെ തലയിൽ വരില്ല ലാസ്റ്റ്. മനസ്സിലായി? നമുക്കൊരു ഫുട്ബോൾ കളിക്കാരന് തലയെ പിടിച്ചതിനെ വെച്ചിട്ട് ആ ഫുട്ബോൾ ടീം പൊട്ടിപ്പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമ്മളെ വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഡിസഡ്വാൻറ്റേജ് കാണിക്കുന്നത്, ഡീഗ്രേഡ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വേർതിരിവാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല വിഫലം, ഓപ്പോസിറ്റാ സംഭവിക്കും. അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങളെ വിളിച്ച് പറയണ്ട, ഞങ്ങൾ ചെയ്യില്ല. കാരണം മരിപ്പിന്റെ അതിന് ആശംസ പറയുന്നുണ്ട്, ഗർഭിണിയാക്കുന്നതിന് ആശംസ പെണ്ണുങ്ങള്, പിന്നെന്താണ് നൂലുകെട്ട്, പിന്നെന്താണ് ശവടക്ക്, അങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട്. നമ്മൾ എങ്ങനത്തെ ഓഫർ എന്ന് വെച്ചാൽ 10K ഒക്കെയാണ് എൻ്റെ അടുത്ത് പറയണത് വിളിച്ച് ഒരു ആശംസ പറയാം. ഞാൻ അത് ശവടക്കിന്റെ ഒക്കെ പറയാനായിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ പൊന്നിയായിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കൂല, അങ്ങനത്തെ വീഡിയോ ഞങ്ങൾക്ക് വേണ്ട, ആ പൈസയും വേണ്ട, മാന്യമായിട്ട് ഞങ്ങൾ ജീവിച്ചോളാം. കാരണം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള ബർത്ത്ഡേ വിഷ്. ജനങ്ങളും ഒരുപാട് കോമാളിയാക്കുന്നുണ്ട് അവന്, അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മളെ പൈസ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനല്ല. കാരണം പൈസ നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് എന്തും ഏതും പറയുന്ന വ്യക്തിയാണ്. നമുക്കൊരാളെ ആശംസിക്കാം, അത് തമാശക്കൊക്കെ ആശംസിക്കാം, പക്ഷെ ആ രീതി നല്ല രീതിയിൽ പോകുന്നത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു 4K 8K ഒക്കെ കിട്ടുന്നുണ്ട്, അത് മതി ഇപ്പോൾ. അല്ലാണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ നേരത്തെ 12K ഒക്കെ കിട്ടുന്നുണ്ട്, അതിപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നാലും വലിയ രീതിക്ക് കുഴപ്പമില്ല. എനിക്ക് ഏതായാലും ഒരു കാര്യം പറയാം, ആഗസ്റ്റ് ലാസ്റ്റോടെ പുള്ളി പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അല്ല സോറി, ജൂലൈ ലാസ്റ്റോടെ 20ാം തീയതിക്കുള്ളിൽ പുള്ളി സ്റ്റോപ്പ് ചെയ്യും. കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് 20ാം തീയതി കുഞ്ഞ് മുമ്പേ കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ മെസ്സേജിലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് എടുക്കുക. അത് കഴിഞ്ഞാൽ 20ാം തീയതി കഴിഞ്ഞാൽ പുള്ളി ഒരു പരിപാടിയും പിടിക്കുന്നില്ല, പുള്ളി റെസ്റ്റിലായിരിക്കും ഒരു 3 മാസത്തേക്ക്. അത്ര പറയുന്നുള്ളൂ. ഓക്കെ.